അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളെല്ലാവരും ഇനി ഓരോ വീഡിയോസ് കാണുന്നുണ്ട്. ഞാൻ മറ്റുള്ളവരുടെ കഥ പറഞ്ഞ് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെൻ്റെ വീഡിയോസിൽ ലൈക്ക് അടിക്കുന്നുണ്ട്, കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കൊരിക്കലും അറിയില്ല, ഞാൻ ബ്ലാങ്ക് ആയിട്ടാണ് സ്വാഭാവികമായിട്ടും ഞാൻ സ്ക്രീൻ റെക്കോർഡ് വഴിയാണ് വീഡിയോസ് നിങ്ങൾക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഞാൻ ആരാണെന്നോ എൻ്റെ പേരെന്താണെന്നോ ഒന്നും നിങ്ങൾക്കറിയില്ല. എന്നെ കാണാൻ എന്താണെന്നോ എൻ്റെ പുറകിലുള്ള സ്റ്റോറീസ് എന്താണോ പേഴ്സൺസ് ആരാണെന്നോ ഒന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങൾ ഈ വീഡിയോസ് കാണുന്നു, ലൈക്ക് അടിക്കുന്നു, ഷെയർ ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. ബട്ട് എൻ്റെ പേരെന്ത്? അപ്പം ഞാൻ അതൊക്കെയൊന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പേര് ആയിഷ മെഹ്വിഷ് എന്നാണ്. ഞാൻ 7th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഈ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ എന്തിനാണ് യൂട്യൂബ് ചാനലിൽ ഇത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കാരണം, അതുപോലെ തന്നെ ഞാൻ എന്തിനാണ് ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ സ്പീക്കിങ്ങിലേക്ക് ഇറങ്ങിയത്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതായത് നമ്മളൊരു വ്യക്തിയുടെ കഴിവ് തിരിച്ചറിയുന്നത് ചെറുപ്പം മുതൽ തിരിച്ചറിയുന്നതാണ്. അത് ആ വ്യക്തി വലുതായിട്ട് തിരിച്ചറിയേണ്ടതല്ല. അതുപോലെ തന്നെ സംസാരിക്കാൻ ആൾക്ക് കഴിവുണ്ടെങ്കിൽ അതൊരിക്കലും അവിടെ നമ്മൾ കമ്പയർ ചെയ്യേണ്ട അർത്ഥമില്ല. പിന്നെ അതുപോലെ തന്നെ എന്നെ സ്പീക്കിങ്ങിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തികളാരാണ്? Definitely, I can say my parents and my teacher, a favorite teacher. She is always give support. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സ്കൂളിലെ എൻ്റെ പ്രിൻസിപ്പൽ സാറ്, എനിക്ക് അവർ 3 പേരുമാണ് എൻ്റെ ലോകം എന്ന് പറയുന്നത്. പ്രിൻസിപ്പൽസ് ആ ഓപ്പർച്യൂണിറ്റീസ് തരുന്നത്, ഇവർ സപ്പോർട്ട് തന്നതിനെ വളർത്തിയവരാണ് മൈ പാരൻസ് ആൻഡ് ദാറ്റ് ടീച്ചർ. ആ ടീച്ചറിനെ ഒരിക്കലും മറക്കില്ല. എപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൂടെ കൊണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ടീച്ചർ. അതുപോലെ തന്നെ എൻ്റെ പാരൻസും. അവർ 2 പേരും ഇല്ലെങ്കിൽ ഞാൻ ഇല്ലായിരുന്നു ശരിക്കും. എന്നെ വളർത്താനും എൻ്റെ ഓരോ കഴിവ് പുറത്തെടുക്കാനും കാരണക്കാർ അവരാണ്. ഓക്കെ, ദെൻ ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, എനിക്ക് എന്ത് അവസരം കിട്ടിയാലും അത് ഞാൻ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ ഒരു സ്റ്റേജ് കിട്ടുകയാണെങ്കിൽ ഞാനത് ഒഴിവാക്കാറില്ല. ഞാൻ ഐ ക്യാൻ ഡു എന്ന്, എത്ര ഹാർഡായിട്ടുള്ളതാണെങ്കിലും ഞാൻ ഐ ക്യാൻ ഡു എന്ന് പറഞ്ഞ് അതിലേക്ക് ഞാൻ ട്രൈ ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു സ്റ്റേജ് മിസ്സായിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. ഞാൻ ആഗ്രഹിച്ചിട്ട് ആ സ്റ്റേജ് എനിക്ക് മിസ്സായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അന്നെടുത്ത തീരുമാനമാണ്, ഇനി ഒരിക്കലും ഞാനൊരു സ്റ്റേജും എൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കുകയില്ല എന്ന്. എനിക്ക് കിട്ടുന്ന എല്ലാ സ്റ്റേജസും ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അന്ന് ആ ചെറുപ്രായത്തിൽ ഞാൻ എടുത്ത തീരുമാനമാണിത്. ഞാൻ ഏകദേശം 1st സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഞാനൊരു ഓൾ സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഫസ്റ്റ് കോമ്പറ്റീഷനാണ്. അപ്പോൾ ഞാൻ സ്റ്റോറി ടെല്ലിങ്ങിന് പങ്കെടുത്തിരുന്നു. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് എനിക്ക് ഫസ്റ്റ് ടൈം കോമ്പറ്റീഷന് പങ്കെടുക്കുകയാണ്. ഒരുപാട് സ്കൂളുമായി മത്സരിക്കാനുള്ളതാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ട് ഞാൻ ഫുൾ പ്രിപ്പയർഡായിട്ട് നല്ല അടിപൊളിയായിട്ട് ഒക്കെ ട്രൈ ചെയ്ത്, പക്ഷെ അന്ന് ഞാൻ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞു എന്നെ യഥാർത്ഥത്തിൽ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന്. ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് ഡൗണായി. അപ്പോൾ എൻ്റെ പാരൻസിനെ വിളിച്ച് ടീച്ചേഴ്സ് അവിടെ നിന്ന് പറഞ്ഞു, അങ്ങനെ പാരൻറ്റ് ഫൗട്ട് ചെയ്തു, അവരോട് എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവിടെ പോയിട്ട് മൈക്കിൽ പറയാൻ കഴിഞ്ഞു. അപ്പോൾ വേറെ കുട്ടികൾ പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചു. പക്ഷേ എനിക്ക് മൈക്കിൽ ഇങ്ങനെ പറഞ്ഞു, അവിടെയുള്ള കുറച്ച് ടീച്ചേഴ്സ് കേട്ടു, അതുപോലെ തന്നെ പോകാതിരുന്ന അവിടെയുള്ള കുറച്ച് കുട്ടികളൊക്കെ കേട്ടു. അല്ലാതെ എനിക്ക് ആ സ്റ്റേജിൽ നിന്ന് പറയാൻ പറ്റും. അന്ന് ഞാൻ 1st സ്റ്റാൻഡേർഡിൽ നിന്ന് എടുത്ത തീരുമാനമാണ്, ഇനി എനിക്ക് കിട്ടുന്ന ഓരോ സ്റ്റേജും ഞാൻ ഈ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കും. ഒരിക്കലും ഒരു സ്റ്റേജ് ഞാൻ കളയില്ല, എന്നെക്കൊണ്ടാകും എന്നുള്ളൊരു വിശ്വാസം. അതുപോലെ തന്നെ നമ്മുടെ സൃഷ്ടാവ് നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും സപ്പോർട്ട് തരുന്ന ഇവരെൻ്റെ കൂടെയുണ്ട്. ഈ ടീച്ചർ എന്ന് പറയുന്നത് 5th സ്റ്റാൻഡേർഡിലാണ് എൻ്റെ കൂടെ നടക്കാൻ തുടങ്ങിയത്. മിസ് 5th സ്റ്റാൻഡേർഡിലാണ് എനിക്ക് ടീച്ചറായിട്ട് വരുന്നത്. അന്ന് മുതൽ തന്നെ എനിക്ക് ഓരോ സപ്പോർട്ട് തന്ന ഒരു വ്യക്തിയാണ്. എന്നെ ജനിപ്പിച്ച മുതൽ, എൻ്റെ ജനനം മുതൽ ഇതുവരെ എനിക്ക്, അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് എപ്പോഴും എന്തിനും സപ്പോർട്ടായിട്ട് നിന്ന് വരുന്നതാണ് എൻ്റെ പാരൻസ്. പിന്നെ അതുപോലെ തന്നെ ഈ ടീച്ചറും. മിസ്സ് എനിക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 5th സ്റ്റാൻഡേർഡിൽ നിന്നാണ് ഞാൻ യഥാർത്ഥത്തിൽ സ്പീക്കിങ്ങിലേക്ക് ഇറങ്ങുന്നത്. 1st to 5th വരെ ഞാൻ സ്പീക്കിംഗ് ചെയ്യുന്നുണ്ട്, സ്പീച്ചസൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ പ്രത്യേകമായിട്ടില്ല. ഞാനിങ്ങനെ യൂട്യൂബിൽ ജസ്റ്റ് നോക്കും, എന്നിട്ട് ഇൻഡിപെൻഡൻസ് ഡേ അങ്ങനെ ഓരോന്ന് വരുമ്പോൾ പറയുന്നല്ലാതെ ഒരു ബെസ്റ്റായിട്ട് ഞാൻ സ്പീക്കിങ്ങിലേക്ക് അങ്ങ് ഫോക്കസ് ചെയ്യുന്നില്ല. കിട്ടുന്ന സ്റ്റേജ് യൂട്ടിലൈസ് ചെയ്യും. പക്ഷേ മിസ്സ് വന്നതിന് ശേഷം എന്നോട് എല്ലാ സ്റ്റേജ് യൂട്ടിലൈസ് ചെയ്യാൻ എന്നെ ഇങ്ങനെ പ്രേരിപ്പിച്ചു. എനിക്ക് ഓരോ സപ്പോർട്ട് തന്നു. ഞാൻ ഡൗൺ ആകുമ്പോൾ നീ തളരാൻ പാടില്ല എന്ന് പറഞ്ഞ് കൈ പിടിച്ച് ഉയർത്തിയതാണ് മിസ്സ്. എൻ്റെ സ്കൂളിലെ ഓരോ ടീച്ചേഴ്സും അങ്ങനെ തന്നെയാണ്. ബട്ട് നൗ കറൻലി ഞാൻ അവിടെ ഇല്ല. എനിക്ക് കുറേ ആയിട്ട്, ഞാൻ ഇപ്പോൾ ഏകദേശം 2.5 മാസത്തോളമായി അവരെയൊക്കെ കണ്ടിട്ട്.
അപ്പോൾ മിസ്സിനോട് ഇപ്പോൾ ഞാൻ കോണ്ടാക്റ്റ് ഉണ്ട്, അവരൊക്കെ ഞാൻ വിളിക്കാറുണ്ട്. ഇപ്പോൾ എനിക്ക് USS എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. ഞാൻ കറൻലി 7th സ്റ്റാൻഡേർഡിലാണ്. ഇപ്പോൾ ഞാൻ പഠിക്കുന്ന നാഷണൽ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. എൻ്റെ ആദ്യത്തെ സ്കൂൾ MI ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു. അവിടെ ഇപ്പോൾ ഇല്ല, ഞാനില്ല. അവിടെ 7th വരെ ഉള്ളൂ ആക്ച്വലി. അപ്പോൾ ഞാൻ ഇനി 7th മുതൽ ഇവിടെ ആയിരിക്കും, ഒരു മേ ബി 10th സ്റ്റാൻഡേർഡ് വരെ. അപ്പോൾ USS ക്രാക്ക് ചെയ്യുക എന്നതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ചോദ്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക, യൂട്യൂബിൽ എന്താണ് ഇത്ര കണ്ടൻസൊക്കെ വിടാൻ കാരണം? എന്നെ ഈ ലോകം തിരിച്ചറിയണ്ടേ? ഞാൻ ഈ സ്കൂളിലും അതുപോലെ തന്നെ എൻ്റെ ചുറ്റുള്ള സറൗണ്ടിങ്സിൽ പറഞ്ഞാൽ ഈ ലോകം എന്നെ തിരിച്ചറിയില്ല. അതുകൊണ്ടാണ് ഞാൻ മെയിൻലി യൂട്യൂബിൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഒന്നാമത് അവിടെ ആകുമ്പോൾ എനിക്ക് ഒരുപാട് സ്റ്റേജസ് കിട്ടിയിരുന്നു, ഒരുപാട് സ്പീച്ചസ് പറയാൻ അവസരങ്ങൾ കിട്ടിയിരുന്നു. അപ്പോൾ ഇവിടെ അതില്ലായിരുന്നപ്പോൾ എൻ്റെ കഴിവ് നഷ്ടപ്പെടും, അങ്ങനെ ഒരു പതുങ്ങിയിട്ട് അങ്ങനെ അവതരിപ്പിക്കാതെ എൻ്റെ സ്പീച്ച്, എൻ്റെ കഴിവ് ഞാൻ ഉള്ളിൽ കൊണ്ടുനടന്ന് അതൊരിക്കലും തകരാൻ പാടില്ല എന്നുള്ളൊരു വാശി എനിക്കുണ്ടായിരുന്നു. ഞാൻ അന്നെടുത്ത ആ തീരുമാനം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് അവിടെ നിന്ന് തന്ന സപ്പോർട്ട് തന്ന ഓരോ വ്യക്തികളും എൻ്റെ മനസ്സിലുണ്ട്. അതുപോലെ തന്നെ എൻ്റെ പാരൻസ്, അവർ തന്ന ആ സപ്പോർട്ട് ഒരിക്കലും ഞാൻ കൈവിടാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ സ്പീക്കിങ്ങിലേക്ക് ഇത്രക്കും ഫോക്കസ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് മെയിൻലി ഞാൻ സ്റ്റഡിയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഡോക്ടർ ആൻഡ് പബ്ലിക് സ്പീക്കർ ആവാനാണ് എൻ്റെ ആഗ്രഹം. ഒരു ഡോക്ടറായിട്ട് തട്ടയിട്ടിട്ട് എല്ലാവരുടെയും മുമ്പിൽ നിന്നിട്ട് സ്പീക്കിംഗ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയായിട്ട്. മൈ റോൾ മോഡൽ ഈസ് ഫാത്തിമ മിൻഹ ടീനെ പോലെ ഒരു തട്ടമിട്ടിട്ട് സ്പീക്കിംഗ് ചെയ്ത് എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് മാറണം. എനിക്കൊരിക്കലും ഏജ് ഞാൻ അവിടെ ക്ലാസിഫൈ ചെയ്യുന്നില്ല. എൻ്റെ കഴിവെന്താണോ അത് പുറം ലോകത്തേക്ക് എത്തിക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഈ സ്പീക്കിംഗ് ജേണിയിൽ ഞാൻ പരിചയപ്പെട്ട ഒരു സെലിബ്രിറ്റി ഉണ്ട്, നമ്മുടെ സെൻസി സാറിനെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് ഈ സ്പീക്കിങ്ങിൻ്റെ. ആക്ച്വലി ഞാൻ മിൻഹനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് സെൻസി സാറിനെ ഞാൻ മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ സെൻസി സാറിനെയും ഞാൻ പരിചയപ്പെട്ടു. സെൻസി സാറാണ് എന്നോട് പറഞ്ഞത്, നീ എങ്ങനെയാണ് വീഡിയോ ചെയ്യുന്നതൊക്കെ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ സ്ക്രീൻ റെക്കോർഡിംഗ് ആയിട്ട് ചെയ്താൽ ആളുകൾ നിന്ന് തിരിച്ചറിയോ, നിൻ്റെ മുഖം കാണോ, അപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക എന്നൊക്കെ സാർ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ സ്പീക്കിംഗ് ജേർണിയിൽ എനിക്ക് സപ്പോർട്ട് തന്ന എൻ്റെ പാരൻസിനെയും എൻ്റെ ആ ടീച്ചറിനെയും ഞാൻ എപ്പോഴും ഓർക്കും. അവർ ഭയങ്കരമായിട്ട് ഞാൻ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള അതാണ്. ഒരിക്കലും ഞാൻ തളരില്ല, നിങ്ങളും തളരരുത്. ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.